ഹലോ ഗൈസ്, ദിസ് ഈസ് ചോളം. കണ്ടില്ലേ, ഞാൻ ഡയറ്റിൻ്റെ പേരും പറഞ്ഞ് മേടിച്ച് കൂട്ടിയ ചോളമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഡയറ്റ് എന്തായാലും അടപടലം മൂഞ്ചി. എന്നാൽ പിന്നെ നമുക്ക് ഈ ചോളത്തിൻ്റെ ഇലയെടുത്ത് വെട്ടിക്കുത്തി ഒരു എസ്തറ്റിക് റൂം ഡെക്കോർ സാധനം ഉണ്ടാക്കിയെടുത്തല്ലോ. അങ്ങനെ ദേ ചോളത്തിൻ്റെ ഇലകളെല്ലാം ഞാൻ കുഞ്ഞു കുഞ്ഞു ലീഫുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് മാത്രമുള്ള പ്രശ്നമാണെന്നറിയില്ല, കട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ മാത്രം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ബാക്കിയുള്ളതെല്ലാം ചുമ്മാ പട്ടി കടിച്ച് കീറി കണക്കിരിക്കും ഗൈസ്. പട്ടി കടിച്ച് കീറി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. ഇതാണ്ടെ ചെല്ലക്കുട്ടി ഞാൻ കളർ മുക്കി വെച്ച് ഒരെണ്ണം എടുത്തുകൊണ്ട് പോയി അവിടെ കറുമുറ കടിച്ച് തിന്നുന്നുണ്ട്. അപ്പം അതെന്താണെന്ന് നോക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഗായ്സ് അവിടെ അവരുടെ കുടുംബ പ്രശ്നം. പിന്നെ ഞാൻ അതിൽ ഇടപെടാൻ പോയില്ല, കാരണം അമ്മയും മക്കളും തമ്മിലുള്ള പ്രശ്നം അത് അവർ തീർത്തോളും. അപ്പോൾ ഇതേ ഞാൻ വെട്ടി കളർ മുക്കി വെച്ച ഇലകളെല്ലാം ഒരു ഇതളുകളാക്കി വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എസ്തറ്റിക് ഫ്ലവറാണ് ഗായ്സ്. ചോളത്തിൻ്റെ ഇല വെച്ച് ഒരു എസ്തറ്റിക് ഫ്ലവറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ റൂമിലൊക്കെ അടിപൊളിയായിട്ട് വെക്കാൻ പറ്റുന്നതാണ് ഗായ്സ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കുക. പിന്നെ കഴിവുണ്ടായിട്ടല്ലല്ലോ എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നത്. ഇപ്പം എൻ്റെ തന്നെ കണ്ടില്ലേ, എനിക്ക് പ്രത്യേകിച്ച് ഉണ്ടാക്കാൻ വലിയ കഴിവൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെട്ടിക്കുറിച്ച് ഉണ്ടാക്കി നോക്കുക. ചക്ക വീണും മുയലെത്തുമെന്ന് പറഞ്ഞ കണക്ക് നമുക്ക് എപ്പോഴെങ്കിലും ഒരെണ്ണം റെഡിയായി കിട്ടും. അപ്പോൾ അതുവരെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ തളർത്താൻ ഒരുപാട് പേര് കാണും, പക്ഷെ നമ്മൾ അവരെ ഒന്നും വക വെക്കാണ്ട് മുന്നോട്ട് നമ്മൾ നമ്മുടെ വഴി നോക്കി പോകാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ദേ ഞാൻ ഉണ്ടാക്കിയെടുത്തത് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റെഡിയായി കിട്ടുമല്ലോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഫൈനലി ഇത് ഇതുപോലെ ഒന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണാം.